അങ്ങനെ നമ്മുടെ പാർട്ട് 1 വീഡിയോയ്ക്ക് ശേഷം ഞാനതേ പാർട്ട് 2 വീഡിയോ എത്തിയിരിക്കുകയാണ്. നമുക്ക് എന്നെക്കൊണ്ട് തന്നെ ശുഭമായി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലോട്ടാണ്. അപ്പോൾ നമ്മൾ പോകുന്നതിനിടയിൽ ബസ്സിൽ കണ്ട കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തു. ഇനി നമ്മൾ പോകുന്ന ഒരു ഉറക്ക സെക്ഷനിലേക്കാണ്. ഇവിടുന്ന് മുതലേ ഫോർട്ട് കൊച്ചി എത്തുന്നവരെല്ലാവരും ഒരു ഉറക്കത്തിലോട്ടാണ്. നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് സുഖമായിട്ടുള്ളൊരു സുഖനിദ്രയിലോട്ട് മയങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഉറക്കം കഴിഞ്ഞ് നമ്മുടെ സ്ഥലത്തിലെത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇവിടെ കണ്ട റോഡ് സൈഡിലിട്ട് വിൽക്കുന്ന കുറേ കടകളാണ് കേട്ടോ. നല്ല രസമുണ്ട്. കാരണം ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയ അവരുടെ ഒരു മോഡലുള്ള ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഒരു സ്ട്രീറ്റിലുണ്ട്. പിന്നെ ഇത് കൂടായിട്ട് തന്നെ ഒരുപാട് ഇപ്പോൾ ബനിയൻസൊക്കെ ആയാലും നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഇതിൻ്റെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു ലൊക്കേഷൻ കണ്ടാൽ നമുക്ക് ഒരുപാട് ബിഗ് ബി അതേപോലെ ഒരുപാട് സിനിമകളിലൊക്കെ നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ ഓടി വരുന്നുണ്ടായിരിക്കാം. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഇത്. ഇപ്പം നമ്മൾ പോകുന്നത് ഒരു മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. മ്യൂസിയത്തിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് പേര് കിട്ടില്ല, എപ്പോഴും മറന്നു പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നടന്നു പോകുന്നിടത്ത് വീഡിയോസൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഒരാൾ വഴിതെറ്റി എങ്ങോട്ടോ പോകുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ക്യാപ്ചർ ചെയ്തായിരുന്നു. എല്ലാവരും വേറെ വഴിക്ക് പോയപ്പോൾ ഇയാൾ വേറെ വഴിക്ക് പോയി എന്ന് പറഞ്ഞ പോലെയാണ്. ആൾ ബീച്ചിലോട്ട് പോകാൻ വേണ്ടി തിരക്കിട്ട് പോയിക്കൊണ്ടിരിക്കുക. ബാക്കി എല്ലാവരും മ്യൂസിയത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മ്യൂസിയം കണ്ട് തിരിച്ച് വരുന്ന ഇടയിൽ എടുത്തതാണ് വീണ്ടും ഈ ഒരു കോസ്റ്റ്യൂംസ് ഒക്കെ കണ്ടപ്പോൾ. പിന്നെ ഇവിടെ ഒരുപാട് ചീപ്പ് മാർക്കറ്റ് പോലെ നമുക്ക് ഒരുപാട് ഫോറിനേഴ്സിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വന്നാൽ നമുക്ക് ഒരുപാട് ഷോപ്പിങ്ങിനൊക്കെ ഒരുപാട് ഉപകാരമായിരിക്കും. പിന്നെ ഇവരൊക്കെ പറഞ്ഞ് ഞങ്ങളെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവരെല്ലാം വീഡിയോ ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മൾ ഉൾപ്പെടുത്തണമല്ലോ എന്നാണല്ലോ പറയുക. അപ്പോൾ എല്ലാവരും നമ്മൾ മാക്സിമം ഇത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിന്ന് ഇവിടെ എത്തിയപ്പോൾ വാസ്കോഡഗാമയുടെ 500ാമത്തെ ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു. അതിന് ശേഷം നമ്മൾ ഡച്ച് അടുക്കള ഒന്ന് കണ്ടായിരുന്നു. അതാണ് ഈ ഒരു ചെറിയ ക്ലിപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന ഒരു വ്യൂ ആണ്. നമ്മുടെ ഫോർട്ട് കൊച്ചി നമ്മുടെ ആ ഒരു ബീച്ചിൻ്റെ ഒക്കെ ഒരു പോർഷൻ നമുക്കിത് ഇവിടെ ഫുള്ള് കാണാൻ വേണ്ടി പറ്റും. ഇവരൊക്കെ എന്തോ ഭയങ്കര ചർച്ചയിലാണ് ഇവിടെ. ഇത് നമ്മൾ ഒരാൾ എന്തോ വിഷമിച്ചിരിക്കുന്നത് കണ്ടു. വെറുതെ ഇരിക്കുക കേട്ടോ, അതിനടുത്താണ്. പിന്നെ ഇവിടെ കുറേ പേര് ഫോണിലുള്ള കുറേ കലാപരിപാടികളാണ്. അടുത്ത റീൽസ് എന്ന് ചെയ്യുന്നത് തപ്പാൻ തോന്നുന്നുണ്ട് കേട്ടോ, അറിയില്ല കറക്റ്റായിട്ട്. പിന്നെ നമ്മൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഡോറ ബുച്ചി അല്ലെങ്കിൽ എനിക്ക് ഏതൊക്കെ കുറേ കാർട്ടൂൺസൊക്കെ ഓർമ്മ വന്നു. അതിന് ശേഷം എനിക്ക് വേറെ ഡയലോഗ് ഓർമ്മ വന്നു. എൻ്റെ അമ്മയെ കണ്ടെന്നുള്ള ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നു. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്തായിരുന്നു. ചേച്ചിക്ക് കുഴപ്പമില്ല ഷൂട്ട് ചെയ്തപ്പോൾ. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ കണ്ണിൽ കണ്ടൊരു സീനായിരുന്നു ഇത് കച്ചവടം ചെയ്തൊരു ചേട്ടനാണ്. ആളെന്നെ ഇടയ്ക്ക് ആളുടെ ബബിൾസൊക്കെ ഇങ്ങനെ വിരിപ്പിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് പേര് വന്നിട്ടതൊക്കെ വാങ്ങിയപ്പോൾ ആളിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ആക്കിയത് തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് പോയിരുന്ന് നല്ലൊരു സൺസെറ്റ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എല്ലാവരും കൂടിയിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ ഒരുപാട് പേര് ഫോറിനേഴ്സിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൂടായിട്ട് ഇങ്ങോട്ടേക്ക് ഒരുപാട് ഫോറിനേഴ്സ് വന്നിട്ട് നമ്മൾ ഒരുപാട് സംസാരിച്ചു കേട്ടോ. അവരുടെ നാടിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു. നമ്മുടെ നാട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം നമുക്ക് ഇത്രയും നല്ലൊരു നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റിയത് അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ ഇത് നമ്മുടെ 2 കപ്പിൾസിൻ്റെ ഒരു ചെറിയ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയതാണ് കേട്ടോ. അവരറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ എടുക്കണത്, പിന്നീടാണ് അറിഞ്ഞത്. പിന്നെ നമ്മൾ മൊത്തം ഈ ഒരു വ്യൂ എനിക്കിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനിങ്ങനെ പകർത്തിയതാണ്. ഭയങ്കര രസമായിരുന്നു ഒരു ഈവനിങ് എന്ന് പറയുന്നത് കേട്ടോ. ഞാനിങ്ങനെ പല ആൾക്കാർ ഇങ്ങനെ സൂം ചെയ്ത് ഇതിനെ കൊണ്ടുവരാനൊക്കെ നോക്കിയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ട് 2 വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കൊണ്ട് കാണാം. ബൈ, സീ യു.